സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന സ്പെക്ടക്കൽ അലവൻസ് അഥവാ കണ്ണട വാങ്ങാനുള്ള തുക യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്പാർക്ക് വഴി എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും മികച്ച ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണോ? എങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും പുതിയ കണ്ണട വാങ്ങാൻ നിങ്ങൾക്ക് 1500 രൂപ ലഭിക്കാൻ അർഹതയുണ്ട്. ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാമെന്ന് നോക്കാം. ഈ പ്രക്രിയ നമ്മൾ 6 ലളിതമായ ഘട്ടങ്ങളിലൂടെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സ്പെക്ടാക്കിൾ അലവൻസ് നിയമങ്ങൾ, ആവശ്യമായ രേഖകൾ, സ്പാർക്കിലെ അക്കൗണ്ട് വിവരങ്ങൾ, ക്ലെയിം തയ്യാറാക്കുന്ന രീതി, ബില്ലുകൾ പ്രിന്റ് ചെയ്യുന്നത്, പിന്നെ അവസാനമായി ചില അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. സ്പെക്ടക്കിൾ അലവൻസ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? ഇതിനായി നിങ്ങൾ വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളുടെ ജോലി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും സർവീസിൽ കയറുന്ന ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട്. പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും ഈ 1500 രൂപ ക്ലെയിം ചെയ്യാം. 5 വർഷത്തിലൊരിക്കൽ ഇത് ലഭിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, യോഗ്യതയും ഇതിനാവശ്യമായ രേഖകളും. ഇതിനെക്കുറിച്ച് പലർക്കുമുള്ള ചില വലിയ തെറ്റിദ്ധാരണകൾ നമുക്കൊന്ന് മാറ്റാം. പലരും വിചാരിക്കുന്നത് ഇതിന് വലിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളോ OP ടിക്കറ്റുകളോ അല്ലെങ്കിൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റോ ഒക്കെ വേണമെന്നാണ്. സത്യം പറയട്ടെ, ഇതൊന്നും ആവശ്യമില്ല. ഇതൊരു വലിയ ആശ്വാസമല്ലേ? നിങ്ങൾക്കാകെ വേണ്ടത് കണ്ണട വാങ്ങിയതിന്റെ ഒറിജിനൽ ബില്ല് മാത്രമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബില്ലിന്റെ പുറത്ത് തുക ഞാൻ നൽകി എന്ന് മലയാളത്തിലോ എമൗണ്ട് പെയ്ഡ് ബൈ മീ എന്ന് ഇംഗ്ലീഷിലോ നിർബന്ധമായും എഴുതിയിരിക്കണം. അതിന് താഴെ നിങ്ങളുടെ ഒപ്പും പേരും തസ്തികയും ചേർക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. മൂന്നാമത്തെ ഘട്ടം, സ്പാർക്കിലെ ഹെഡ് ഓഫ് അക്കൗണ്ട്. ഇനി സിസ്റ്റം തുറന്ന് നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷനുകൾ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് നോക്കാം. സ്പാർക്കിൽ കയറിയാൽ ആദ്യം അക്കൗണ്ട്സ്, പിന്നീട് ഇനീഷ്യലൈസേഷൻ, അതിനുശേഷം ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 സ്റ്റെപ്പുകൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, DDO, സാമ്പത്തിക വർഷം എന്നിവ കൃത്യമായി തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മുടെ തുടക്കം. അതിനുശേഷം താഴോട്ട് വന്ന് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന ഭാഗം നോക്കുക. അവിടെ നമുക്ക് ആവശ്യമുള്ള 1500 രൂപ ബാലൻസ് ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. ഈ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇനി 4ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം. സ്പാർക്ക് ക്ലെയിം തയ്യാറാക്കൽ. ബജറ്റുണ്ടെന്നുറപ്പായാൽ പിന്നെ ക്ലെയിം ചെയ്യാം. ഇതിനായി അക്കൗണ്ട്സ് മെനുവിൽ പോയി ക്ലെയിം എൻട്രി ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും റെഗുലർ എംപ്ലോയീസ് വിത്ത് സ്പാർക്ക് ID എന്നത് തെരഞ്ഞെടുക്കുക. ഈ സ്ക്രീനിലെത്തുമ്പോൾ നേച്ചർ ഓഫ് ക്ലെയിം എന്നത് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആക്കി മാറ്റണം. അതുപോലെ തന്നെ മോഡ് ഓഫ് പേയ്മെന്റ് എംപ്ലോയി TSB ആണെന്നും ഉറപ്പുവരുത്തുക. താഴെയായി സിസ്റ്റം ഓഫ് മെഡിസിൻ അലോപ്പതി എന്ന് നൽകുക. തുകയുടെ കോളത്തിൽ കൃത്യം 1500 എന്ന് ടൈപ്പ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ DDO സാങ്ഷൻ ഓർഡർ നമ്പറുകളും മറ്റു വിവരങ്ങളും തെറ്റാതെ ചേർക്കുക. എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലെയിം നമ്പർ സഹിതമൊരു ചെറിയ പോപ്പപ്പ് മെസ്സേജ് വരും. ഈ മെസ്സേജ് കണ്ടാൽ മനസ്സിലാക്കാം നമ്മുടെ ക്ലെയിം സ്പാർക്കിൽ വിജയകരമായി കേറിയിട്ടുണ്ട് എന്ന്. ഇതൊരു ചെറിയ വിജയമാണ്. ഇനി 5ാമത്തെ ഘട്ടം, ബില്ലുകൾ അംഗീകരിക്കലും പ്രിന്റ് ചെയ്യലും. സ്പാർക്കിലെ ജോലി ഏകദേശം അവസാനിക്കാറായി. നമ്മൾ കൊടുത്ത ക്ലെയിം അപ്രൂവ് ചെയ്യുക, അതിൽ നിന്ന് ബില്ല് തയ്യാറാക്കുക, എന്നിട്ട് ആ ബില്ല് വ്യൂ ചെയ്യുക. ഇതാണ് ഇനി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ബിൽ തയ്യാറാക്കി കഴിയുമ്പോൾ കണ്ടിൻജന്റ് ബിൽ തയ്യാറായി എന്നൊരു പോപ്പപ്പ് വരും. അതിനർത്ഥം ഈ ബിൽ ട്രഷറിയിലേക്ക് അയക്കാൻ പാകത്തിലായി എന്നാണ്. തുടർന്ന് കാണുന്ന പ്രിന്റ് ഡ്രാഫ്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ബില്ലിന്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിന്റെ കൂടെ വേണം നേരത്തെ പറഞ്ഞ ഒറിജിനൽ ബിൽ വയ്ക്കാൻ. അവസാനമായി 6ാമത്തെ കാര്യം, അന്തിമ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾ. കമ്പ്യൂട്ടറിലെ പണി കഴിഞ്ഞാലും ചില ഫിസിക്കൽ പേപ്പർ വർക്കുകൾ കൂടെ ബാക്കിയുണ്ട്. നിങ്ങൾ ഒരു നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇത് സർവീസ് ബുക്കിൽ ഒരു റണ്ണിംഗ് എൻട്രിയായി എഴുതി ചേർക്കണം. ഇനി പ്രൊമോഷൻ വഴി ഗസറ്റഡ് ആയവരാണെങ്കിൽ നിങ്ങളുടെ സർവീസ് ബുക്ക് സൂക്ഷിച്ചിട്ടുള്ള ഓഫീസിലേക്ക് ഓർഡറിന്റെ ഒരു കോപ്പി അയക്കണം. നേരിട്ട് ഗസറ്റഡ് ആയവർ ആ ഓർഡർ കോപ്പി നേരിട്ട് AG ഓഫീസിലേക്കാണ് അയക്കേണ്ടത്. സർവീസ് ബുക്കിൽ എഴുതുമ്പോൾ സാങ്ഷൻ ഓർഡർ, തീയതി, കൂടാതെ കണ്ണട വാങ്ങിയ കടയുടെ കൃത്യമായ പേര് എന്നിവ ഉറപ്പായും രേഖപ്പെടുത്തിയിരിക്കണം. ഇത് ഭാവിയിൽ അബദ്ധത്തിൽ വീണ്ടും ക്ലെയിം ചെയ്യുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ പുതിയ കണ്ണടയും വെച്ച് പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സർവീസ് ബുക്ക് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തോ? ഈയൊരു കാര്യം മറക്കാതിരുന്നാൽ അടുത്ത 5 വർഷത്തിനു ശേഷമുള്ള ക്ലെയിമും ഇതുപോലെ വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വിവരങ്ങൾ ഉപകാരപ്പെടും.